ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ വന്നത് നല്ല ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 1 കപ്പ് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നുറുക്ക് ഗോതമ്പ് വേണമെങ്കിൽ അതെടുക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് വലിയ ഗോതമ്പാണ് കേട്ടോ. അപ്പോൾ അത് 1 കപ്പ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അളവ് കൂട്ടിയും കുറച്ചിട്ടൊക്കെ എടുക്കുക. അതിനനുസരിച്ച് ബാക്കിയുള്ള ചേരുവകളും അതുപോലെ എടുക്കുക. വേണ്ടത് ഉഴുന്നാണ്. ഉഴുന്ന് തൊലിയില്ലാത്ത ഉഴുന്നാണ് എടുത്തിട്ടുള്ളത്. അത് 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. വേണ്ടത് റാഗിയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് അളവിന് റാഗി എടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഗോതമ്പ് എടുത്തതിൻ്റെ 1/4 കപ്പ് അളവിനാണ് ഇപ്പോൾ ഞാൻ റാഗി എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചിട്ട് എടുക്കുക, അല്ല കൂട്ടിയിട്ട് എടുക്കണമെങ്കിൽ റാഗി കൂട്ടിയിട്ട് ഗോതമ്പ് കുറച്ച് വേണമെങ്കിൽ ഗോതമ്പ് കുറച്ചൊക്കെ എടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാതും നന്നായി വൃത്തിയായി കഴുകിയെടുക്കുക. ഒരു 3-4 പ്രാവശ്യമെങ്കിലും നന്നായി കൈവച്ച് വരുതി കഴുകിയെടുക്കുക. അപ്പോൾ ഇതാ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുതിർക്കാൻ വേണ്ടി വെക്കാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അതിനുശേഷം ഇത് കുതിർക്കാൻ വേണ്ടി വെക്കുക. 5 മണിക്കൂറെങ്കിലും കുതിർക്കാൻ വേണ്ടി വെക്കണം. നമ്മൾ പച്ചരിയൊക്കെ കുതിർക്കാൻ വെക്കുന്നതിലും വെച്ച് കുറച്ച് കൂടുതൽ നേരം ഇത് കുതിർക്കാൻ വേണ്ടി വെക്കണം. അപ്പോൾ ഇതൊരു 5 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഉഴുന്നും ഗോതമ്പൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. കോറ കുതിരാൻ അധികം സമയം വേണ്ട, ഗോതമ്പ് കുതിർന്ന് കിട്ടാനാണ് കുറച്ച് സമയം എടുക്കുന്നത്. അപ്പോൾ എല്ലാം അതിപ്പോൾ ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇത് അരച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെള്ളം ഏറി പോകരുത്. നമ്മൾ ദോശയ്ക്കും ഇഡലിക്കൊക്കെ അരച്ചെടുക്കുന്ന രീതിയിൽ വേണം അരച്ചെടുക്കാനായിട്ട്. വെള്ളം ലേശം ചേർത്ത് കൊടുത്തിട്ട് അരച്ചാൽ മതി. മൊത്തത്തിൽ നമ്മൾ ആപ്പത്തിന് അരച്ചു കൊടുക്കുന്ന ആ ലൂസിൽ അരച്ചെടുക്കരുത്. അപ്പോൾ ഞാനിപ്പോൾ ഇത് 2 പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് അടിച്ചെടുക്കുക. വീണ്ടും കുറച്ച് കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ വെള്ളം ഏറിപ്പോവാത്ത രീതിയിൽ വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ അരച്ചെടുത്ത മാവ് ഞാനിപ്പോൾ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ 2 പ്രാവശ്യമായിട്ട് അരച്ചെടുത്തിട്ട് മുഴുവൻ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. മാക്സിമം 8 മണിക്കൂറെങ്കിലും വെക്കണം. അല്ല നിങ്ങൾക്ക് രാവിലേക്ക് ചുടാനാണെന്നുണ്ടെങ്കിൽ രാത്രിക്ക് അരച്ച് വെച്ചാൽ മതി. രാത്രിക്കാണ് വേണ്ടതെങ്കിൽ ഉച്ചയ്ക്ക് അരച്ച് വെക്കുക. ഞാനിപ്പോൾ ഇത് രാവിലേക്ക് ചുടാൻ വേണ്ടിയിട്ടാണ് രാത്രി അരച്ച് വെക്കുന്നത്. പലരും വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതുപോലെ ഷുഗറിനൊക്കെ രാത്രിയാണല്ലോ ഇതുപോലെയുള്ള പലഹാരങ്ങൾ കഴിക്കാറ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഉച്ചയ്ക്ക് അരച്ച് വെച്ചാൽ നിങ്ങൾക്ക് രാത്രി ചുട്ടെടുക്കുക എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഒരു തവി വെച്ചിട്ട് മാവൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ 2 പ്രാവശ്യമായിട്ടാണല്ലോ അരച്ചെടുത്തത്. അപ്പോൾ അതൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇനി ഇത് അടച്ചു വെച്ചിട്ട് പുളിക്കാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ ഇതാ മാവ് നന്നായി പുളിച്ച് പൊന്തി വന്നിട്ടുണ്ട്. ഇത് ഈ പാത്രത്തിൻ്റെ മുഴുവനായിട്ട് മേലെ വരെ പൊന്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇളക്കാൻ വേണ്ടിയിട്ട് തവി ഇട്ട് കൊടുത്തപ്പോഴാണ് അത് താഴ്ന്നു പോയത്. അപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു പറഞ്ഞിട്ട് പിന്നെ പോയിട്ട് ഫോൺ എടുത്തിട്ട് വന്നത്. അപ്പോൾ ആ മാവ് നന്നായി പുളിച്ച് പൊന്തി പതഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ആ മാവായി കിട്ടേണ്ടത്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ നമുക്ക് മാവിൽ കുറച്ച് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് മാവൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഈ മാവ് നമ്മൾ ചുട്ടെടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ കുഴിയുള്ള ചെറിയ തട്ട് പോലത്തെ പാത്രം ഉണ്ടെങ്കിൽ അതെടുക്കുക. അല്ല ചെറിയ ബൗള് പോലത്തെ ആണെങ്കിൽ അതും എടുക്കുക. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണയോ ഓയിലോ എന്തായാലും കുഴപ്പമില്ല. ഒന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് മാവ് ചുട്ടെടുക്കുമ്പോൾ അത് ആറിയ ശേഷം അടർത്തി എടുക്കാൻ വേണ്ടിയിട്ടാണ്. തട്ടിൽ 2ലും ഇപ്പോൾ ഓയിൽ സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കുക. മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ തട്ടിൽ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കരുത്. പാതി ഭാഗമായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. 1.5 തവി വെച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇത് വേവിക്കാൻ വേണ്ടി വെക്കുക. അപ്പം നിങ്ങൾക്ക് ഇഡലി തട്ടിൽ വേണമെങ്കിൽ അതിൽ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഇടിയപ്പത്തട്ടിൽ വേണമെങ്കിൽ അങ്ങനെയും വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഇടിയപ്പത്തട്ടിലാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് വേവിക്കാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ചൂടൊക്കെ ആറി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പ്ലേറ്റിൽ നിന്ന് അടർത്തി മാറ്റാം. അപ്പോൾ ഒരു സ്പൂണ് വെച്ചിട്ട് ആക്കി കൊടുത്താൽ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് എടുക്കാൻ കിട്ടും. ഒട്ടിപ്പിടിക്കുക അങ്ങനെയൊന്നുമില്ല. ഒന്ന് ചൂടാറിയ ശേഷം എടുത്താൽ മതി. ചൂടോടെ എടുക്കാൻ നിൽക്കണ്ട. അപ്പോഴാണ് നമുക്ക് സിമ്പിളായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതാ നല്ല ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ചമ്മന്തിയോ ചട്ടണിയോ എന്താണെങ്കിലും നമുക്ക് കൂടെ കഴിക്കാം. നല്ല ടേസ്റ്റാണ്.
ഷുഗറോ അല്ലെങ്കിൽ നമ്മൾ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ഡയറ്റിങ്ങിലൊക്കെ ഉള്ളവർക്ക് ആവിയിൽ വേവിച്ചെടുത്ത് കഴിക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഇഡലിയൊക്കെ ചുട്ടെടുക്കില്ലേ, അതുപോലെ തന്നെയാണ്. ഉള്ളു നല്ല സ്പോഞ്ച് പോലെയാണ്. ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. പലർക്കും ഡൗട്ട് ഉണ്ടാവും, അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്ന് കാണിച്ചത്. അപ്പോൾ ഇതാ കണ്ടില്ലേ. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇനി നിങ്ങൾക്ക് ഈ ഒരു മാവിൽ ദോശ ചുട്ടെടുക്കണമെങ്കിൽ ദോശ ചുട്ടെടുക്കുക, അല്ല ആപ്പം ചുട്ടെടുക്കണമെങ്കിൽ ആപ്പവും ചുട്ടെടുക്കുക. അപ്പോൾ ഞാനൊന്ന് ദോശയും കൂടെ ചുട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം ആ രീതിയിൽ ചെയ്തെടുത്ത് കഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്. അപ്പോൾ ദോശയൊക്കെ ചുട്ടെടുക്കുമ്പോൾ അതിൻ്റെ മേലെ കുറച്ച് നെയ്യോ വെളിച്ചെണ്ണയോ എന്ത് വേണമെങ്കിലും ആക്കി കൊടുക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോസായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.